അപ്പോൾ ചമര് മുമ്പ് എന്ത് ചെയ്യാൻ പോകണം എന്നുള്ളത് നമുക്കിവിടെ മുതലാളുടെ ഒരു കുഞ്ഞുവാവയുണ്ട്. അപ്പോൾ ആ കുഞ്ഞുവാവയുടെ ഐഡിയ ഒക്കെ നമ്മൾ ചെയ്യണത് ഗ്ലാസ് ഒന്ന് ഫ്രെയിമില്ലാണ്ട് എയറിൽ നിർത്തണം. അപ്പോൾ നമ്മൾ 2 കുഞ്ഞിക്കൻ സ്കാഫോൾഡ് കൊണ്ടുവന്നിട്ടേക്കണ കേട്ടോ. അതായത് അത് അവിടെ വെച്ച് സ്പിരിറ്റ് ലെവലിൽ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ് പൊക്കി അതിൻ്റെ മുകളിലോട്ട് വെക്കാനാണ്. കാരണം ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ചമര് മുതലാളി മടങ്ങി വന്ന് മടൽ വെട്ടി അടിക്കണതിന് നമുക്ക് പണി തീർത്ത് പോകണോട്ടോ. അപ്പോൾ 8mm ബ്ലാക്ക് ഗ്ലാസ് ഉണ്ടാകുമ്പോൾ എടുത്തേക്കണത്. 2 ഗ്ലാസും കൂടി ഒരു 5 മീറ്ററോളം നീളം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു 6 അടിയാണ് ചാടിക്കണത്. മൊത്തം 7 അടി ഉണ്ട് ഗ്ലാസ്. 6 അടി ചാടിക്കണ്, 1 അടി നമ്മൾ അകത്തോട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ 2 ക്യാച്ചർ വെച്ച് പിടിപ്പിച്ചോളേ, എന്നിട്ട് വലിച്ചു കയറ്റാണ്. അപ്പോൾ നമ്മൾ എയറിൽ വെക്കുന്ന ഗ്ലാസ് സാധാരണ ഉണ്ടാക്കണമെന്ന് 2 ചപ്പാത്തി നടുക്ക് വെച്ചിട്ട് അതിൽ ജാം തേച്ച് വെച്ചിട്ട് 2 ഒട്ടിച്ച് വെക്കണ പോലത്തെ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ആ 2 ഗ്ലാസും കൂടെ ഒട്ടിച്ച് വെക്കണ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടേക്കണത്. നമ്മളിത് പതിവിലും വിപരീതമായിട്ട് നമ്മൾ 8mm ഗ്ലാസ്, ടെമ്പർ അടിച്ച ഗ്ലാസ് അത് വെച്ചിട്ടാണ് കയറ്റുന്നത്. ആ ചമരി ഈ കാണുന്ന കിടുതാപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ്ടോ, ഈ പോയിന്റ് സ്റ്റഡ് ആണ്. അത് നമ്മൾ പോയിന്റ് സ്റ്റഡ് മാത്രമേ ഇത് കിട്ടിയുള്ളൂ. കാരണം നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ്സ് അന്വേഷിച്ചത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ പിടിപ്പിക്കുന്ന പോയിന്റ് സ്റ്റഡ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ചിലവ് ചുരുങ്ങിയ പരിപാടിയാണ്. അത് ഫ്രെയിമുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആകെ വരുന്നത് 3/4 ഇഞ്ച് റൗണ്ട് പോയി മാത്രം ഉണ്ട് അത് തൂക്കിയിടാൻ വേണ്ടി. അപ്പോൾ അതേപോലെ തന്നെ പോയിന്റ് സ്റ്റഡിൻ്റെ ഒരെണ്ണത്തിന് 190 രൂപയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ അന്വേഷിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാശാണ് പറയണത്. അപ്പോൾ നമുക്ക് വാർക്കമ്മയിലോട്ടുണ്ട്, മുകളിലത്തെ പാരപ്പറ്റിൻ്റെ വാർക്കമ്മയിലോട്ടാണ് അടിച്ചു തരുന്നത്. അത് 8mm ആംഗ്ര ബോൾട്ട് അടിച്ചിട്ട് ഒരു ചെറിയ പ്ലേറ്റ് വാഷർ ഉണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ 3/4 ഇഞ്ച് റൗണ്ട് പോയി പാണ്ട് എടുത്തേക്കണം. അത് വെച്ചിട്ട് നേരെ നമ്മൾ അതിൻ്റെ ടേപ്പർ എടുത്തിട്ട് നേരെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്തെടുക്കണേ. അപ്പോൾ ബൈ ദ വേ അതേപോലെ തന്നെ നമ്മൾ താഴത്തെ പോയിന്റ് സ്റ്റഡ് മീൻ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബുഷുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടിച്ച് കയറ്റിയ ബോൾട്ടെല്ലാം നമ്മുടെ SS-ൻ്റെ ആങ്കർ ബോൾട്ടാണ് 8mm. അപ്പോൾ ഞാൻ നമ്മുടെ ശിഷ്യന്മാരെ കുറിച്ച് പൊക്കി 2 വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളെ പോലെ തന്നെ തീരെ വെടിവില്ലാത്തവരാണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ആശാമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കണ ഇത് പൈപ്പ് എടുത്തിട്ട് നമ്മൾ മാറ്റണുണ്ട്. അതായത് സ്കഫോൾഡിൻ്റെ മുകളിൽ നമ്മൾ പൈപ്പ് എടുത്തിട്ട് മാറ്റണേ. അപ്പോൾ നമ്മുടെ ടൂൾസ് ആൻഡ് നെറ്റ് ബോൾട്ട് ആൻഡ് പാക്ക്ഡ് ആൻഡ് ഔട്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് പോകണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണം.